ഇന്ന് നമ്മൾ അഹമ്മദ് അൽ മഗരീബിന്റെ കുറച്ച് കോംബോ ആണ് കാര്യമായി പരിചയപ്പെടുത്തുന്നത്. അതിന്റെ കൂട്ടത്തിൽ സ്മാർട്ട് 175 കണ്ടോ. ഈ പെർഫ്യൂം വീഡിയോ ഇതിന്റെ പെർഫ്യൂമിന്റെ വീഡിയോ അതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. പുറമെ നമ്മുടെ ഷാറൂഖ് ഖാൻ പരിചയപ്പെടുത്തിയ ടിപ്റ്റിക്കിന്റെ ടാംഡവും അതേപോലെ തന്നെ ഡൺഹിലിന്റെ ഐക്കണും ഇത് ഒരു മിക്സ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം വീഡിയോയും കൂടി ഞാൻ കൂട്ടത്തിൽ ഇതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് ചെയ്യാം. ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെ മൻസൂർ ഭായ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെടുത്തിയിട്ട് നല്ല എൻക്വയറി ഉള്ള, അതായത് 1 മില്യൺ ഫോളോവേഴ്സിൻ്റെ മുകളിൽ ഇൻസ്റ്റാഗ്രാമിൽ വ്യൂസ് കിട്ടിയ ഒരു പ്രൊഡക്റ്റാണ് സ്മാർട്ടിൻ്റെ 175 എന്ന് പറയുന്ന പെർഫ്യൂം. ഒരു യുണീക്ക് ഫ്രാഗ്രൻസ് ആണ്, ലൈറ്റ് സ്മെല്ലാണ്, ചെറിയ ഗ്രീനിഷ് ടച്ചാണ് ടോട്ടലി ആദ്യം മുതൽ അവസാനം വരെ വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഡീക്കൻ്റ് അവൈലബിൾ അല്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത സമയത്ത് ഡീക്കൻ്റ് അവൈലബിൾ ആയിരുന്നു. ഇപ്രാവശ്യം നമുക്ക് ഡീക്കൻ്റില്ല, കാരണം കുറഞ്ഞ പീസ് നമ്മളെ കയ്യിൽ ക്വാണ്ടിറ്റി ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫുൾ ബോക്സ് എടുക്കാൻ ഒരുപാട് പേരിന് തയ്യാറുണ്ടായിരുന്നു. ഡീക്കൻ്റ് നമ്മളെ കയ്യിൽ അവൈലബിൾ അല്ല. സ്മാർട്ട് 175 ഇവിടെ നമ്മൾ ഈ കേരളത്തിൻ്റെ ഉള്ളിൽ ഷിപ്പിംഗ് അടക്കം ചെയ്യുന്നത് 1760 രൂപ ചാർജ് ചെയ്തിട്ടാണ്. ഏകദേശം 100 ml ക്വാണ്ടിറ്റി ആണ് ഇവർ ഇതിൽ പറയുന്നത്. തൽക്കാലികത്തെ ക്വാണ്ടിറ്റി ഇതിന് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൊട്ടിക്കാത്ത പീസ്, ന്യൂ ബോക്സ്. ഇതിൻ്റെ മുന്നേ ഡെലിവറി വേണ്ടവർ ഇപ്പം തന്നെ ഓർഡർ ചെയ്യാം. ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ നല്ല ലാസ്റ്റിംഗ് ആണ്, ഹൈ പ്രൊജക്ഷൻ ആണ്. മുപ്പര് പറയപ്പെട്ട പോലെ എവിടെയും നോട്ടീസൊക്കെ ചെയ്യിപ്പിക്കും. അപ്പം അങ്ങനെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതും പറ്റും. ഇതിന് പ്രൈസ് നിങ്ങൾക്ക് അറിയാൻ പറ്റൊരു 18,000 രൂപേൻ്റെ മുകൾക്ക് ഇതിന് പ്രൈസ് വരുന്നുണ്ട്. ടിപ്റ്റിക്കിൻ്റെ ടാംഡോ 50 ml ബോട്ടിലിന്. അതിനുകൊണ്ട് നമ്മൾ 3 ml ടെസ്റ്റർ എന്നുള്ളവർക്ക് ഇതും ഡൺഹിലിൻ്റെ ഐക്കണും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഡൺഹിലിൻ്റെ ഐക്കൺ നല്ല സ്മെല്ലാട്ടോ, മിക്സ് ചെയ്തിട്ട് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നത് 3 ml 520 രൂപക്കാണ്. അത് ഇനി ഞങ്ങൾക്ക് ഷിപ്പാക്കി തരും. അതല്ല ഞങ്ങൾക്ക് എന്താ പറയുക, ഇവിടെ വന്നിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ചെയ്യാനുള്ള കാഴ്ചയിൽ ഒരുപാട് പേര് ഇപ്പോൾ ചോദിച്ചിരുന്നത് ഇത് സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ട് ജസ്റ്റ് പരിചയപ്പെടുത്തി ഇനി നമ്മൾ കാര്യമായ വീഡിയോയിലേക്ക് കടക്കാം. അത് അഹമ്മദ് അൽ മഗരീബിൻ്റെ കുറച്ച് പ്രൊഡക്റ്റുകളാണ്. ഇതിൽ വരുന്നത് അഹമ്മദ് അൽ മഗരീബിൻ്റെ 4 പ്രൊഡക്റ്റുകൾ ഉണ്ടോ. ഒന്ന് അഹമ്മദ് അൽ മഗരീബിൻ്റെ ലെതർ ഊദ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഇതിൻ്റെ ഓർമ്മ ശരിയാണ്, 50 ml ക്വാണ്ടിറ്റി ആണ്. ഇതിൽ ഇത് എങ്ങനെ കൊടുക്കുന്ന ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും. ഇതെല്ലാം 3 ml ഇങ്ങനെ അടിക്കാൻ പറ്റുന്ന പെർഫ്യൂം കണ്ടോ. ഇങ്ങനെ അടിക്കാൻ പറ്റുന്ന പെർഫ്യൂം. ഇത് കാഫാട്ടൻ്റെ കയ്യിൽ അതാത് പെർഫ്യൂമിൻ്റെ ബോട്ടിൽമേൽ അതതിൻ്റെ പേര് നമ്മൾ പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ടാവും. അങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. കാരണം ഇത് നമ്മൾ ആലോചിക്കുന്നത് ഒരു കോംബോ ഓഫറും കൂട്ടത്തിൽ നിങ്ങൾക്ക് നല്ല ഒരു ടെസ്റ്ററും, മീൻസ് ഇത് അടിച്ചതിൻ്റെ ലാസ്റ്റിങ്, പ്രൊജക്ഷന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ളൊരു ഓപ്പൺ ഓപ്ഷൻ നമ്മൾ ഇവിടെ തരിക എന്ന് മാത്രമാണ്. അപ്പോൾ ഒന്ന് വരുന്നത് നമ്മൾ അഹമ്മദ് അൽ മഗരീബിൻ്റെ ലെതർ. ഈ ലെതറിൻ്റെ നോട്ട്സ് കാര്യമായി പോവുകയാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് ലെതർ, നല്ല അറോമാറ്റിക് വുഡ്, ഇതാണ് നമുക്ക് കാര്യമായി കിട്ടുന്നത്. ഇത്തിരി മീൻസ് ഒരു 40 വയസ്സിൻ്റെ മുകൾക്കുള്ള ആളുകൾക്ക് ഇതെന്തായാലും ഇഷ്ടമാവും. ഇതും അവരുടെ മുംബൈ യൂത്, അവരുടെ സമ്മർ യൂത്. ഇതിപ്പോൾ 40 വയസ്സ് മീൻസ് ചെറുപ്പക്കാർ വരെ നമ്മളെ കയ്യിൽ നല്ലപോലെ പർച്ചേസ് ഇതിന് ഓയിലുകളൊക്കെ പർച്ചേസ് ചെയ്ത് പോകുന്നുണ്ട്. കാരണം അങ്ങനത്തെ ഒരു യുണീക്ക് ഫ്രാഗ്രൻസ് ആയിക്കാണ്ടാണ് ഇപ്പം നമുക്ക് വുഡും ലെതറും പിന്നെ ഊതും ഒക്കെ മാറിയിട്ടുള്ളത്. കാരണം ഈ പറയപ്പെട്ട സ്മെല്ലുകളെ ഒന്നും ഒരു കാരണവശാലും എല്ലാവർക്കും ഇഷ്ടാവാത്ത ഫ്രാഗ്രൻസുകളെ അഹമ്മദ് അൽ മഗരീബ് പെർഫ്യൂമാക്കി നല്ല ഹൈപ്പ് കൊടുത്തിട്ട് കൊണ്ടുവന്നതോടുകൂടി എല്ലാവരും ക്യാച്ച് ചെയ്തു. ഊതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി തുടങ്ങി എന്നുള്ളതാണ്. അതിൽ ഈ ഒന്ന് വരുന്നത് ലെതർ എന്ന് പറയുന്ന ഈ പെർഫ്യൂം. രണ്ടാമത്തെ നമ്മളെ മുംബൈ ഊത് ഉണ്ടോ, മുംബൈ ഊത്. ഇതും ഒറിജിനൽ കുപ്പിന്ന്, ഈ 4 ഐറ്റം ഒറിജിനൽ കുപ്പിന്ന് ആറ്റോമൈസർ വെച്ചിട്ട് ഈ ചെറിയ ബോട്ടിലേക്ക്, ഇങ്ങനത്തെ ചെറിയ ബോട്ടിലേക്ക് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ക്രിബ് ചെയ്തിട്ട് പെർഫ്യൂം അടിക്കുന്ന കോലത്തിൽ തന്നെ ഏകദേശം നമുക്ക് ഒരു പെർഫ്യൂം ബോട്ടിൽ നിന്ന് 12 പ്രാവശ്യം 3 മില്ലിന്ന് അടിക്കാനുള്ള ഇതുണ്ടാവും. 1 2 3 4 5 അങ്ങനത്തെ 12 പ്രാവശ്യം അടിക്കാനുണ്ടാവും. ഒരു 4 പ്രാവശ്യം അടിച്ചാൽ തന്നെ നമുക്ക് അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാവും. ഇതിൻ്റെ ലാസ്റ്റിങ്, പ്രൊജക്ഷന്, പറയപ്പെടുന്ന ക്വാളിറ്റി ഉണ്ടോ, എന്താണ് ഇവിടെ ഫീഡ്ബാക്ക്, നമുക്ക് എങ്ങനെ വിലയിരുത്താൻ പറ്റും ആ ഒരു പെർഫ്യൂമിനെ, ഏത് ഓപ്ഷൻക്ക് ഏത് ഒക്കേഷൻസ്ക്ക് പറ്റും നമുക്ക് ആ പെർഫ്യൂമിനെ, എന്തൊക്കെയാണ് ആ പെർഫ്യൂമിൻ്റെ ഇപ്പോഴത്തെ രീതി, അത് എങ്ങനെയാണ് പർപ്പസ് നമ്മളെ ബോഡിയിൽ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്, ചാൻസാണ് നമ്മൾ ഈ 3 ml കൊണ്ട് ആലോചിക്കുന്നത്. അതിൽ മുംബൈ യൂതിൻ്റെ കാറ്റഗറിയിൽ വരുന്നത് ഊതിനോട്ട് ഇത്തിരി ഹൈപ്പ് ചെയ്തിട്ട്
ഇത്തിരി എന്താ പറയുക പഞ്ച് കൊടുക്കുന്ന സ്വീറ്റ് നോട്ട് ആണ് കാര്യമായും കിട്ടുന്നത്. ഊത് ആൻഡ് പഞ്ച്, കോഫി, ഇതൊക്കെയാണ് നട്ട്സ്, കോഫി, അങ്ങനത്തെ സ്മെല്ല്. പിന്നെ വരുന്നത് അവരുടെ സമ്മർ ഊതിനൊക്കെ അത്യാവശ്യം നല്ല റിവ്യൂ, നല്ല പരസ്യമുണ്ട്. അബൈ അഹമ്മദിൻ്റെ തന്നെ സമ്മർ ഊത് എന്ന് പറഞ്ഞിട്ട് വരുന്ന പെർഫ്യൂം. ഇതും ഇതേപോലെ തന്നെ നട്ട്സ്, ആ കോഫി നട്ട്സിൻ്റെയും കോക്കോൻ്റെ ഒക്കെ ആ സ്മെല്ലും പിന്നെ ഇത്തിരി ഊതും എല്ലാത്തിലും ഒരു ടച്ച് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ബിൻഷെയ്ക്കിനോട് സാമ്യത്തിൽ വരുന്ന ചെറിയ ഫ്രാഗ്രൻസ് ഉണ്ട്. തന്നെയാണ് കാര്യമായ ഹൈപ്പ് പറയാൻ പറ്റുക. പിന്നെ ലേഡീസിന് വേണ്ടിയിട്ട് നമ്മൾ ആ കൊമ്പോയിൽ എല്ലാ കൊമ്പോയിലും പൊതുവെ ലേഡീസിനെ ആഡ് ചെയ്യിപ്പിക്കാറുണ്ട്. ഊത് ലെവൻഡർ എന്ന് പറഞ്ഞിട്ട്. ഇത് മീൻസ് ലെവൻഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കും നമ്മൾ ഹാൻഡ് വാഷിലൊക്കെ വരുന്ന ലെവൻഡറിൻ്റെ അല്ലെങ്കിൽ സോപ്പിലൊക്കെ വരുന്ന ലെവൻഡറിൻ്റെ ഫ്രാഗ്രൻസ് ആണോ എന്നുള്ളത്. അങ്ങനത്തെ ഒരു ഫ്രാഗ്രൻസ് അല്ല. സാപ്പിൽ നമ്മൾ ഇൻറ്റൻസിനോടൊക്കെ സാമ്യമുള്ള അല്ലെങ്കിൽ പെക്രോബാനിലെ ലേഡി മില്ലിനോട് ഡേവിഡോഫിൻ്റെ ഹോട്ട് വാട്ടറിനോടൊക്കെ സാമ്യമുള്ള ഒരു ഫ്രാഗ്രൻസ് ഒരു നോട്ട്സ് ഉണ്ടല്ലോ, ലൈറ്റ് ഫ്രഷ് സ്മെല്ല് സ്വീറ്റ് നോട്ടിൽ വരുന്നത്. അങ്ങനത്തെ ഒരു സ്മെല്ലാണ് നമ്മൾ ഈ ഊത് ലെവൻഡറിന്ന് ഇന്നെ സംബന്ധിച്ചിടത്തോളം കിട്ടിയത് കേട്ടോ. ഞാൻ പറയുന്നത് ചിലപ്പോൾ കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല, എൻ്റെ ഒരു അഭിപ്രായങ്ങൾ മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ റിവ്യൂവിൽ. അപ്പോൾ അത് ഇങ്ങനെയാണ് അതിൻ്റെ നോട്ട്സ് വരുന്നത്. അതും ഇതേപോലെ 3 ml. ഇതെല്ലാം ഇവിടെ നമ്മൾ 8 ml ഡീക്കൻറ്റുകളും പിന്നെ ഫുൾ ബോട്ടിലൊക്കെ റേറ്റ് ഏകദേശം വെക്കുന്നത് 896 രൂപ പ്ലസ് ഷിപ്പിംഗ് ഉള്ളിടത്ത്. ഇത് മീൻസ് ഇത് 3 ml എടുക്കുമ്പോൾ ആ ചാർജ് എടുത്ത് 666 രൂപയ്ക്ക് കേരളത്തിൻ്റെ ഉള്ളിൽ ഷിപ്പിംഗ് ഫ്രീ ആക്കിയിട്ടും കേരളത്തിൻ്റെ പുറത്ത് കാണുന്നുണ്ടെങ്കിൽ അതാത് സ്റ്റേറ്റുകൾക്ക് നോക്കിയിട്ട് സെപ്പറേറ്റ് കുറച്ച് പൈസ കൂട്ടി ആഡ് ചെയ്തിട്ടുമാണ് ചെയ്യുന്നത്. അതിൽ നിങ്ങളൊരു സന്തോഷ വാർത്ത പറയാനുള്ളത്, ഇനി ഇവിടെ നിന്ന് അങ്ങനെ നമുക്ക് ST കൊറിയറും ട്രാക്കോൺ കൊറിയറും സ്പീഡ് ആൻഡ് സേഫും DTDC ഈ 4 കൊറിയറിൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ അടുത്തുള്ളത് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പ്രൊഫഷണൽ കൊറിയർ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ 10 രൂപ ആഡ് ചെയ്ത് തരികയാണെങ്കിൽ നമ്മൾ അതും ചെറിയ രൂപത്തിൽ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും എന്നുള്ളതാണ്. ബസ് സർവീസ് ഇപ്പം നമുക്ക് അവൈലബിലിറ്റി ഇല്ല. ഞങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ബസ് സർവീസ് ഇടും. അപ്പം അതിന് എക്സ്ട്രാ ചാർജ് ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ബസ് സർവീസിന് ഇവിടുന്ന് ഒരാളെ ടൗണിലേക്ക് പറഞ്ഞയച്ച് ടൗണിൽ നിന്ന് ബസ് സർവീസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിന്നെ അത് കിട്ടുവോളം നമുക്ക് ഒരു വിഷമമാണ്. കാരണം പാർട്ടിക്ക് അത് കിട്ടിക്കണോ ഇല്ല എന്നുള്ളത്. ബസ് എവിടെയും ബ്ലോക്കായി കഴിഞ്ഞാൽ നിങ്ങളെവിടെയെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും. അതൊക്കെ നമുക്കും 2 കൂട്ടക്കാർക്ക് ഒരു വിഷമമുള്ള കേസാണ്. അതുകൊണ്ടാണ് ബസ് സർവീസോ ഇല്ലാതെ എടുക്കാത്തത്. അത് ഞങ്ങൾക്ക് അത്യാവശ്യം ചില ആൾക്കാർക്ക് ഇപ്പം ഇന്ന് തന്നെ പുറത്ത് പോകേണ്ട ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പം അവർക്ക് ഇന്ന് തന്നെ കിട്ടേണ്ടി വരും കണ്ടു പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളതൊക്കെ. അങ്ങനത്തൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും എന്നുള്ളൊരു സഹകരണ ബേസിൽ ഞാൻ ജസ്റ്റ് ഓർമ്മയാക്കി മാത്രം. ST കൊറിയർ, DTDC, സ്പീഡ് ആൻഡ് സേഫ്, ട്രാക്കോൺ ഈ 4 കൊറിയർ ഇപ്പോൾ അവൈലബിലിറ്റി ഉണ്ട് നമുക്ക് ഇവിടെ. ഇനി പ്രൊഫഷണൽ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾ അതും കൂട്ടത്തിൽ ഞങ്ങൾക്ക് ആഡ് ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ നിങ്ങളോട് പറയാം, ഈ 5 കൊറിയറോട് കൂടി നിങ്ങൾക്ക് ഈദ് കോംബോ നിങ്ങൾക്ക് പെർഫ്യൂം അടിച്ചിട്ട് ഇറങ്ങാൻ പറ്റും. വളരെ സോറി, നമ്മുടെ JPGൻ്റെ സ്കെൻഡൽ 1.5 ml അത്തറും കൂടി ഈ കോംബോയിൽ വരുന്നുണ്ട് കേട്ടോ. ഞാൻ പറയാൻ മറന്നാണ്. ഇത് 3 ml ബോട്ടിലാണ്. ഇതിൻ്റെ ചെറിയ ബോട്ടിൽ 1.5 ml ഈ 666 തന്നെ ഇൻക്ലൂഡ് ഷിപ്പിംഗ് അടക്കം 666 തന്നെ JPGയുടെ സ്കെൻഡൽ അത്തർ. ഞാൻ സ്കെൻഡൽ അത്തർ വീണ്ടും കഴിഞ്ഞ കോംബോയിൽ 1.5 ml ഇട്ടു. ഇതിൽ 1.5 ഇടാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ട് വന്ന ഒരു പെർഫ്യൂം ഓയിലാണ് JPGൻ്റെ സ്കെൻഡൽ എന്ന് പറയുന്നത്. ഫ്രഷ് അറോമാറ്റിക് നോട്ട്സാണ് കാര്യമായി കിട്ടുക. അതിൽ 1.5 ml യൂസ് ചെയ്യാൻ ഏകദേശം നിങ്ങൾക്ക് ഒരു 1 വീക്കിൻ്റെ അടുത്ത് ക്വാണ്ടിറ്റി കുറേശ്ശെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവും. അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ബിഗ് ബോട്ടിൽ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പം ഈ ഓഫറുകളുടെ റേറ്റ് ഫിക്സ്ഡ് റേറ്റ് ആണ്. ഇനി ഷോപ്പിൽ വന്നാൽ പോലും ഇതേ റേറ്റിൽ തന്നെ നമ്മൾ ഇവിടെ കൊടുക്കുക. ഷോപ്പിൽ വന്നില്ലേ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഇല്ലല്ലോ എന്നൊന്നുമില്ല. നമുക്ക് ഈ ഫിക്സ്ഡ് റേറ്റിൽ ഇത് ഇവിടെ പോകണം എന്നുള്ളതാണ്. അപ്പം അതിനുകൊണ്ട് ഇതിൻ്റെ കാലാവസ്ഥ ഇത് മീൻസ് ഇപ്പോൾ ഇതെല്ലാം അത്യാവശ്യം ഇപ്പോഴത്തെ കാലാവസ്ഥക്ക് പറ്റുന്ന ഫ്രാഗ്രൻസുകളാണ് നമ്മൾ കോംബോയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഈ തണുപ്പ് അതിനുണ്ട്. പിന്നെ ഇതിൻ്റെ മാക്സിമം നമ്മൾ ഒരു കുറഞ്ഞ ക്വാണ്ടിറ്റി ഇത് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുക. കുറഞ്ഞ സമയത്തേക്കുള്ള സ്പെഷ്യൽ ഓഫറാണ് ഇതിൻ്റെ ഓഫർ. കുറഞ്ഞ സമയത്തേക്ക് നമ്മൾ ഇടാറുള്ളൂ പൊതുവെ. കൂട്ടത്തിൽ ഓയിലുകൾ ഓഫർ വേണമെങ്കിൽ നമ്മൾ താഴത്തെ 4 വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതും റൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.